ജൂലൈ 2014 ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ റെഡ്മി നോട്ട് ലോഞ്ച് ആയ മാസം. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം റെഡ്മി നോട്ട് 13 സീരീസ് ലോഞ്ച് ആയിരിക്കുന്നു. 3 വേരിയൻസ് ഉണ്ട്, 13 Pro Plus, 13 Pro ആൻഡ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചീപ്പസ്റ്റ് റെഡ്മി നോട്ട് 13 5G. ബിഗ് റെഡ് ബോക്സ്. ഇതിനകത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്, സ്മാർട്ട് ഫോൺ ഇടാൻ പറ്റുന്ന TPU കേസ്, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, 33 വാട്ടിന്റെ ഒരു ടൈപ്പ് A അഡാപ്റ്ററും ഒരു ടൈപ്പ് A ടു ടൈപ്പ് C കേബിളും. ഫോണിന്റെ ബാക്ക് സൈഡിലുള്ള ഈ മാർബിൾ ഫിനിഷ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബോക്സി ആയിട്ടുള്ള ഡിസൈൻ ആണ്, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, 173 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ്, വളരെ തിന്നാണ്. ഈ അടുത്തായിട്ട് അധികം നമ്മൾ കാണാത്തൊരു സാധനം ഇതിനകത്തുണ്ട്, ഹെഡ്ഫോൺ ജാക്ക്, IR ബ്ലാസ്റ്റർ, സെക്കൻഡറി മൈക്രോഫോൺ താഴെ, സ്പീക്കർ ഗ്രില്ല്, USB ടൈപ്പ് C പോർട്ട്, മെയിൻ മൈക്രോഫോൺ. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഡ്യുവൽ നാനോ സിം ഇടാൻ പറ്റുന്ന സ്ലോട്ട്, മൈക്രോ SD വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ. ഇത് തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ, കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. ക്യാമറ മൊഡ്യൂൾ കുറച്ച് എംബോസ്ഡ് ആണ്, 2 ക്രോം റിംഗ്സും ആക്സൻസും കാണാം. ആൻഡ് ട്രിപ്പിൾ ക്യാമറ എന്ന് പറയുന്നു, ബട്ട് ഐ വിൽ സേ ഇറ്റ്സ് എ ഡ്യുവൽ ക്യാമറ. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാതിരിക്കാൻ വയ്യ. സ്ക്രീനിൽ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്, ബെസൽസ് ഭയങ്കര തിന്നാണ്. 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. മുകളിൽ ചെറിയൊരു പഞ്ച് ഹോൾ ഉണ്ട്, ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ആൻഡ് 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ലഭിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 88% ഉള്ളത്. സോ മുകളിലും താഴത്തെ ചിഹ്നം എല്ലാം ഭയങ്കര കുട്ടിയാണ്. വളരെ സ്മൂത്ത് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, ഔട്ട്ഡോർ വിസിബിലിറ്റിക്കും യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് ആ ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുണ്ട്. ഇതൊരു LTPO പാനലൊന്നുമല്ല, ഇത് നോർമൽ 120 ഹെർട്സിന്റെ പാനലാണ്. ആൻഡ് യൂട്യൂബിൽ നമുക്ക് HDR-ന്റെ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. ഈ സ്മാർട്ട് ഫോണിനെ പവർ ചെയ്യുന്നത് മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 6020 ചിപ്സെറ്റ് ആണ്. ഇതൊരു 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. 6 നാനോമീറ്റർ ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു എൻട്രി ലെവൽ ചിപ്സെറ്റ് ആണ്. ഏകദേശം 4 ലക്ഷത്തോളമാണ് ഇതിന്റെ AnTuTu സ്കോർ വരുന്നത്. നോർമലി ഉള്ള ഡേ ടു ഡേ ടാസ്കുകൾക്കും ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങുകൾക്കൊക്കെ ഓൾമോസ്റ്റ് നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. ജസ്റ്റ് കാഷ്വലി വാട്സ്ആപ്പ് യൂസ് ചെയ്യുക, ഫേസ്ബുക്ക് യൂസ് ചെയ്യുക, യൂട്യൂബ് കാണുക, ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുക, ചെറിയ രീതിയിൽ ഗെയിംസ് കളിക്കുക, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുക, അങ്ങനത്തെ നോർമൽ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു പ്രശ്നവുമില്ലാത്തൊരു ചിപ്സെറ്റ് ആണ്. ആൻഡ് ഹീറ്റിങ്ങിന്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും അനുഭവപ്പെട്ടില്ല. പക്ഷേ എന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഔട്ട് ഓഫ് ദ ബോക്സ് MIUI 14 വരുന്നത്, ഹൈപ്പർ OS-ലല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തു റെഡ്മി 13 സീരീസിലെങ്കിലും ഹൈപ്പർ OS-ൽ വരുമെന്ന്. ഈ അടുത്താണല്ലോ ഇന്ത്യയിൽ ആ ഒരു ഹൈപ്പർ OS ലോഞ്ച് ചെയ്തത്, ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ്. ഇതിൽ Android 13 ആണ്, Android 14 അല്ല. സോ MIUI 14 അത്യാവശ്യം ഇൻബിൽഡ് ആയിട്ട് കുറേ അധികം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ്, ബ്ലോട്ട് വെയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു മോർ ആപ്സ്, മോർ ഗെയിംസ് ആൻഡ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഗെറ്റ് ആപ്സ്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ആൻഡ് നമുക്കത് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ആൻഡ് ദ ടിപ്പിക്കൽ MIUI. കുട്ടി ഫോണാണെങ്കിലും 5000 mAh ബാറ്ററി ഉണ്ട് കേട്ടോ. ആൻഡ് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഇൻബോക്സ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ട് 1 ഡേ ഫുള്ള് നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലേക്ക് വരാം. 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് ഇവർ തരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയുണ്ട്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി, ഔട്ട്ഡോർ ലൈറ്റും കാര്യങ്ങളിലൊക്കെ തരുന്നത്. ഇൻഡോറിലും അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ഫോട്ടോസ് ആണ് വരുന്നത്. നൈറ്റ് മോഡ് ഈസ് ഓക്കെ. അൾട്രാ വൈഡിലേക്ക് വരുമ്പോൾ യെസ് ഡെഫിനറ്റ്ലി പ്രൈമറി ക്യാമറയുടെ അത്ര ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ചെറിയ രീതിയിൽ കളർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഡീസൻ്റ്ലി യൂസബിൾ. പക്ഷേ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ ഡിസൈൻ ആസ്പെക്ട് വൈസ് ഓക്കെ, അവിടെ ഒരു സാധനം ഉണ്ട് എന്ന് പറയാം. ബട്ട് ഫോട്ടോസ് ലുക്ക് ലൈക്ക് ദിസ്. സോ ഇത്തരത്തിലുള്ളൊരു മാക്രോ ഫോട്ടോസാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത്. സോ ദാറ്റ്സ് വൈ ഐ സെഡ് ഇറ്റ്സ് എ ഡ്യുവൽ ക്യാമറ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, പക്ഷേ 1080p 30 FPS-ലാണ് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നത്. 720p 30 FPS-ലും എടുക്കാം. ആൻഡ് ഇത്തരത്തിലുള്ള ഒരു ഫൂട്ടേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ ആണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫീസ് തന്നെയാണ് തരുന്നത്. ഫ്രണ്ടിലും നിങ്ങൾക്ക് 1080p 30 FPS-ൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ കാണുന്ന ഫ്രണ്ട് ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ്മി നോട്ട് 13ന്റെ ഫ്രണ്ട് ക്യാമറയിലൂടെ 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ്. ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ടും കൂടിയായിരിക്കും ലഭിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറാണ് സൈഡിൽ വന്നിരിക്കുന്നത്. ഫേസ് അൺലോക്കും അവൈലബിൾ ആണ്. ഇതിനകത്ത് ഡ്യുവൽ സ്പീക്കേഴ്സ് ഇല്ല, സിംഗിൾ മോണോ ഫയറിംഗ് സ്പീക്കർ ആണ് ഉള്ളത്. 8GB LPDDR4X റാമും 256GB UFS 2.2 സ്റ്റോറേജുമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഡിവൈസിന്റെ ബോക്സ് പ്രൈസ് എന്ന് പറയുന്നത് 20,999, 21,000 ആണ്. ബട്ട് ഞാൻ ഈ ഒരു ഡിവൈസിന് ഒരു ഒപ്റ്റിമം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15,000-ന് താഴെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി AMOLED ഡിസ്പ്ലേ ഉള്ള കിഡു ഫോണായിരിക്കും ഈ ഒരു സാധനം. 15,000-ന്റെ മുകളിലാണെങ്കിൽ യു ഹാവ് അതർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സ്റ്റിൽ ഓവറോൾ ഡിസ്പ്ലേ വൈസും ആ ഒരു ബിൽഡ് വൈസും കാര്യങ്ങളെല്ലാം ഡീസൻ്റ് ആയിട്ടല്ല, അത്യാവശ്യം തന്നെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് റെഡ്മി നോട്ട് 13 5G തോന്നിയത്.